നമ്മൾ പരിചയപ്പെടുത്തുന്ന ചില ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അൺഇൻസ്റ്റാൾ ആകില്ല. ചില ആളുകൾക്ക് പറയാറുണ്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല, എങ്ങനെയാണ് അത് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത്, എല്ലാ ആപ്ലിക്കേഷനും അല്ല, ചില ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പിന്നെ സാധിക്കില്ല. നമ്മൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാനത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു, ആപ്പ് ഇൻഫോയിൽ കൊണ്ടുപോയി ശേഷം ഞാനിവിടെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. സാധാരണ നമ്മൾ അൺഇൻസ്റ്റാൾ എന്ന് കാണുമ്പോൾ അൺഇൻസ്റ്റാളാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ചില മൊബൈൽ ഫോണിൽ അങ്ങനെയും കാണിക്കില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാത്തതാണ്. സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിവൈസ് അഡ്മിൻ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഞാനിപ്പോൾ ഇവിടെ അഡ്മിൻ എന്ന് മാത്രം സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അഡ്മിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മെസ്സേജും വരും, കാണാൻ സാധിക്കും. ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റേത് 3 ആപ്ലിക്കേഷൻ ഇവിടെ കാണാനുണ്ട്. ഇതിൽ 2 ഓഫാണ്, മൂന്നാമത്തെ ഒന്ന് എനേബിളാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഡിവൈസ് അഡ്മിൻ ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺ ആയിരിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ഇതുപോലെ ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡീആക്റ്റീവ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ച ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ആകുന്നത് ഇതവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഞാനത് ലോങ് പ്രസ് ചെയ്തു, ആപ്പ് ഇൻഫോയിൽ പോയി ഇവിടെ കാണുന്ന അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി. നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ഇതോടൊപ്പം തന്നെ ചില ആളുകൾ പറയാറുണ്ട് സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന്. സിസ്റ്റം ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സിസ്റ്റം ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസിനാണ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. ഓർക്കുക, സിസ്റ്റം ആപ്ലിക്കേഷനിൽ ചില ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, എന്നാൽ ചില ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുമില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്ത ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ഇവിടെ മുകളിലോ താഴെ ഭാഗത്ത് സിസ്റ്റം ആപ്ലിക്കേഷൻ എന്ന് വേറിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ലെനോവോ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോ സിസ്റ്റം എന്ന് കാണും. നമ്മളത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ആപ്ലിക്കേഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിതിൽ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടാത്തതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യമില്ല, കാണാൻ സാധിക്കും ഓപ്പൺ, ഡിസേബിൾ, ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിലെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ആപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. പിന്നെ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാകുകയില്ല. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് സ്റ്റോറേജ് കാര്യങ്ങളൊന്നും എടുക്കുകയുമില്ല, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിക്കുകയുമില്ല. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷനിലോ ആപ്ലിക്കേഷൻ മാനേജറിലോ വന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് മുഴുവനായി കാണാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ ഡിസേബിൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ എനേബിൾ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ ഡിസേബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ എനേബിൾ എന്ന് കാണും, അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ചെയ്യും. ഇതാണ് സിസ്റ്റം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കാത്തത് നമുക്ക് ഇതുപോലെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ അൺഇൻസ്റ്റാൾ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള പരിഹാരമാണ് നമ്മൾ ആദ്യത്തെ ഭാഗം പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക.
വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.